എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ പുഴയും കടന്ന് സീരിയലിന്റെ നാളത്തെ പ്രോമോ ഡീറ്റെയിൽ ആയി നോക്കാം. പ്രോമോയിൽ കണ്ടത് വലിയൊരു ഇമോഷണൽ ഷോക്കും അതോടൊപ്പം ഗതിമാറ്റാൻ സാധ്യതയുള്ള സംഭവ വികാസങ്ങളുമാണ്. പ്രോമോ തുടങ്ങുന്നത് വിനീത് ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടിയതിനു ശേഷമാണ്. ഇരുവരും വിവാഹം കഴിഞ്ഞ് സന്തോഷത്തിൽ എല്ലാവരും അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് എത്തുകയാണ്. വിനീതിന്റെ അമ്മ സുജാതയും കൂടെ ഗീതയും അമ്പലത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്നാണ് പ്രോമോയുടെ മുഴുവൻ ഭാവവും മാറുന്നത്. സന്തോഷത്തോടെ നിൽക്കുന്ന എല്ലാവരുടെയും മുന്നിൽ സുജാത അത്യന്തം കടുത്ത രീതിയിൽ സംസാരിക്കുന്നു. എന്റെ മകൻ വിനീത് കുറച്ചു മുമ്പ് മരിച്ചുപോയി. മരണാന്തര ചടങ്ങുകൾ വീട്ടിൽ നടക്കും. പിണ്ടം വെക്കുമ്പോൾ ഗംഗയുടെ അമ്മയ്ക്കും വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന രീതിയിലുള്ള വാക്കുകൾ പറയുന്നത് കേൾക്കുമ്പോൾ അത് വെറും ദേഷ്യം മാത്രമല്ല, മകന്റെ വിവാഹം അംഗീകരിക്കാൻ കഴിയാത്ത ഒരു അമ്മയുടെ വേദനയും അമർഷവും ചേർന്ന് പ്രതികാരമാണ് എന്ന് തോന്നുന്നു. ഈ ഒരു സീനാണ് പ്രോമോയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം സുജാതയുടെ വാക്കുകൾ ഗംഗയെയും വിനീതിനെയും മാത്രമല്ല, അവിടെ നിൽക്കുന്ന എല്ലാവരെയും ഒരുപോലെ ഞെട്ടിക്കുന്നതാണ്. അതിനുശേഷം മറ്റൊരു ഇമോഷണൽ സീനും പ്രോമോയിൽ കാണിക്കുന്നു. വീട്ടിലേക്ക് പോകാൻ കഴിയാതെ നിൽക്കുന്ന ഗംഗയ്ക്കും വിനീതിനും സഹായസ്ഥവുമായി നിവിൻ എത്തുന്നു. ഇരുവരും താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നിവിൻ ഒരുക്കി കൊടുക്കുന്നു. ഇവിടെ നിവിന്റെ കഥാപാത്രം കൂടുതൽ ശക്തമാകുന്ന സൂചനയാണ് കാണിക്കുന്നത്. അവസാനം എല്ലാവരും ചേർന്ന് നന്ദി പറയുന്ന രംഗം പ്രോമോയെ ഒരു ഇമോഷണൽ നോട്ടിൽ അവസാനിപ്പിക്കുന്നു. ഇനി വരുന്ന എപ്പിസോഡുകളിൽ വിനീതും കുടുംബവും തമ്മിലുള്ള സംഘർഷം കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട്. അതേസമയം ഗംഗയുടെ ജീവിതത്തിൽ പുതിയ പരീക്ഷണങ്ങൾ വരാം. നിവിൻ ഇനി കഥയിലെ പ്രധാന തൂണായി മാറുമോ എന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ പ്രോമോ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? സുജാത ചെയ്തത് തെറ്റാണോ ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.